ഹലോ, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മഷ്റൂം മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 200 ഗ്രാം മഷ്റൂം അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിന് പകരം ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയുടെയൊക്കെ നിറമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൽ ഗരം മസാലയൊക്കെ ഇടണം. അത് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. കറി റെഡിയായി കഴിയുമ്പോൾ അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂണിട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാൻ മഷ്റൂമൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സമയത്ത് കൊണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ പോവും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ വെള്ളം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീയെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആവും എന്തായാലും ഇത് വെന്ത് വരാൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് വീണ്ടും ഇനി അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് അതുപോലെ ചാറൊക്കെ ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ കറിയാവാൻ അധികം ടൈമൊന്നും വരില്ല, പെട്ടെന്നാവും. ഏകദേശം ഒരു 15 മിനിറ്റോളം വന്നിട്ടുണ്ട്. കൂണായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ആ തക്കാളിയുടെ പുളിയും അതുപോലെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് പകരം ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഞാനിതിൽ മല്ലിയില ഇടുന്നുണ്ട് അവസാനം. അപ്പോൾ അതിന് പകരം നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ആ കറിക്കൊരു നാടൻ ഫ്ലേവർ വരും. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.